ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേപ്പർ കോഡ് 031/23. ഇതൊരു ഡിഗ്രി ലെവൽ പ്രിലിംസിലെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ അതിൽ ആദ്യം തന്നെ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്: മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. അതിൽ 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്ന്, മാർത്താണ്ഡവർമ്മയുടെ കാലത്തെ ജനജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും അവരെ സംസ്ഥാനത്തിന്റെ ഒരു വലിയ ശക്തിയായി സ്ഥാപിച്ചു. 2, രാമപുരത്തു വാര്യര്, കുഞ്ചൻ നമ്പ്യാര് തുടങ്ങിയ കവികൾ കൊട്ടാരം അലങ്കരിക്കാൻ എത്തി. 3, ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നീ പ്രധാന തലങ്ങൾക്ക് കീഴിലുള്ള ഭൂമിയുടെ വർഗീകരണം മല്ലൻ ശങ്കരനാണ് അവതരിപ്പിച്ചത്. 4, ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്ന് മണ്ഡപത്തും വാതുക്കൽ രൂപീകരിച്ചു. ഇത് ഇന്നത്തെ തഹസിൽദാരുടെ സ്ഥാനമുള്ള കാര്യക്കാരുടെ കീഴിലായിരുന്നു. അപ്പോൾ ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കുന്നതിന് മുന്നേ നമുക്ക് മാർത്താണ്ഡവർമ്മയുടെ കുറച്ച് പോയിന്റ്സ് അത് നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം വരുന്നത് 1729 മുതൽ 1758 വരെയാണ്. അതിൽ 1729 മുതൽ 58 നമുക്ക് ഓർക്കാൻ 29ന്റെ ഇരട്ടിയാണ് എന്ത് 58. അപ്പോൾ കാലഘട്ടം 1729 മുതൽ 1758 വരെ. ഇനി വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിന്റെ ഉരുക്കുമനുഷ്യൻ അഥവാ ബിസ്മാർക്ക്, ആധുനിക തിരുവിതാംകൂറിന്റെ വിധാതാവ്, ആധുനിക അശോകൻ, നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മേനെയാണ്. ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തില് തിരുവിതാംകൂറിന്റെ തലസ്ഥാനമായിരുന്നു കൽക്കുളം, വ്യാപാര തലസ്ഥാനം മാവേലിക്കരയായിരുന്നു. ഭരണനയം അറിയപ്പെട്ടിരുന്നത് ചോരയുടെയും ഇരുമ്പിന്റെയും നയം എന്നാണ്. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഭരണാധികാരി കൂടിയാണ് ആര്? മാർത്താണ്ഡവർമ്മ. അടുത്തത് മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ പദ്ധതികൾ എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട ചടങ്ങായ ഹിരണ്യഗർഭം കൊണ്ടുവന്നു. പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നു. ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചു. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തി. അതിനാണ് കണ്ടെഴുത്ത് എന്നാണ് പറയാ. രാജ്യവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചു. തിരുവിതാംകൂറിനെ 20 മണ്ഡപത്തും വാതുക്കല്, അതായത് ഇന്നത്തെ താലൂക്ക്, അങ്ങനെ 20 മണ്ഡപത്തും വാതുക്കലായിട്ട് തിരിച്ചു. 1750 ജനുവരി 3-ന് ആദ്യമായി തൃപ്പടിദാനം നടത്തി. മറവപ്പട എന്ന പേരിൽ സൈന്യത്തെ ഏർപ്പെടുത്തുകയും അവരുടെ പെൻഷൻ അറിയപ്പെട്ടത് എന്താണ്? ഇരയിലെ അടുത്തൂണ് എന്നാണ്. കള്ളക്കടത്ത് തടയാൻ വേണ്ടി അതിർത്തിയിൽ ചൗക്കകൾ ഏർപ്പെടുത്തി. വട്ടക്കോട്ട നിർമ്മിച്ചു. പൊന്മനയണ, പുത്തനണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ചു. കായംകുളം കൃഷ്ണപുരം കൊട്ടാരം പണി കഴിപ്പിച്ചു. അവിടെയാണ് എന്തുള്ളത്? ഗജേന്ദ്രമോക്ഷൻ ചുമർചിത്രം ഉള്ളത് കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണ്. മുറജപം, ഭദ്രദീപം എന്നിവ ആരംഭിച്ചു. ഉദയഗിരി കോട്ട പുതുക്കിപ്പണിതു. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലുണ്ടായവർ ആരൊക്കെയാണെന്ന് നോക്കാം. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണശർമ്മൻ. മറ്റു പ്രമുഖ കവികളായിരുന്നു രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ. തിരുവിതാംകൂറിന്റെ ആദ്യ ദളവയാണ് അറുമുഖം പിള്ള. പ്രശസ്തനായ മന്ത്രി ആരാണ്? രാമയ്യൻ ദളവയാണ്. ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് അറിയപ്പെട്ടിരുന്നത് മുളക് മടിശീലക്കാർ. റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരനാണ് വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയി തിരിച്ചത്. ആസ്ഥാന കവി കൃഷ്ണശർമ്മൻ, മറ്റു പ്രമുഖ കവികൾ രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ. തിരുവിതാംകൂറിന്റെ ആദ്യ ദളവ അറുമുഖം പിള്ള. പ്രശസ്തനായ മന്ത്രി രാമയ്യൻ ദളവ. ഫിനാൻഷ്യൽ സെക്രട്ടേറിയറ്റ് മുളക് മടിശീലക്കാർ. പിന്നെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നിങ്ങനെ 4ആയിട്ട് സ്വത്ത് വകകളെ തിരിച്ചത് ആരാണ്? മല്ലൻ ശങ്കരനാണ്. മാർത്താണ്ഡവർമ്മ അധികാരമേൽക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ആകെക്കൂടി കുഴഞ്ഞുമറിഞ്ഞ് അവ്യവസ്ഥമായ ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. ഭരണകാര്യ നിർവഹണത്തിന് വേണ്ടത്ര സജ്ജീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അതൃപ്തികരമായിരുന്നു. രാജാധികാരം എവിടെയും മാനിക്കപ്പെട്ടിരുന്നില്ല. രാജ്യത്തിലെ പൊതുജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും പ്രബല ശക്തികളായി സ്വയം പ്രതിഷ്ഠ നേടിയിരുന്നു. യോഗക്കാർ അവരെ സഹായിക്കുകയും ചെയ്തു. പിന്നീട് മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ ഭരണനയം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഭരണനയം ചോരയുടെയും ഇരുമ്പിന്റെയും ഭരണനയം എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണനയം ഉപയോഗിച്ചാണ് മാർത്താണ്ഡവർമ്മ ഈ നാടുവാഴിത്ത ഘടകങ്ങളൊക്കെ തകർക്കുന്നത്. ചോരയുടെയും ഇരുമ്പിന്റെയും ഭരണനയം എങ്ങനെയാണെന്ന് നോക്കാം.
നാടുനീങ്ങിയ രാജാവിന്റെ പുത്രന്മാരായ തമ്പിമാർ മാർത്താണ്ഡവർമ്മയുടെ സിംഹാസനാരോഹണത്തെ തുടർന്ന് മക്കത്തായമനുസരിച്ച് അവകാശവാദം ഉന്നയിച്ചു. പിള്ളമാർ, യോഗക്കാർ, മധുരനായിക്കന്മാർ അവർക്ക് പിന്തുണയും നൽകി. തമ്പിമാരെ സഹായിക്കാനെത്തിയ മധുരനായിക്കന്മാരുടെ സേനാതലവന് കൈക്കൂലി കൊടുത്ത് മാർത്താണ്ഡവർമ്മ അവരെ തിരിച്ചയച്ചു. തമ്പിമാരെ ബന്ധനസ്ഥരാക്കി രാജകൽപ്പന പ്രകാരം വധിച്ചു. രാജാവിനെതിരെ അവഗണനാ പരിപാടി സംഘടിപ്പിച്ച പിള്ളമാരെ രാജാവിനെതിരായി ഗൂഢാലോചന നടത്തിയെന്ന കുറ്റത്തിന് അവരെ തടവിലാക്കി. പോറ്റിമാരെ നാടുകടത്തുകയും പിള്ളമാരെ പിന്നീട് വധിക്കുകയും ചെയ്തു. അവരുടെ വസ്തുവകകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അവരുടെ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി മുക്കുവർക്ക് വിറ്റു. വീടുകളെല്ലാം കുളം തോണ്ടി. ഈയൊരു ഭരണനയമാണ് ചോരയുടെയും ഇരുമ്പിന്റെയും ഭരണനയം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വർഷങ്ങൾ നോക്കാം. അതിലാദ്യം 1723 വേണാട് ഉടമ്പടിയാണ്. അന്ന് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയല്ല. അതിനു പകരം അദ്ദേഹം യുവരാജാവായിരുന്ന സമയത്ത് ഒരു ഉടമ്പടി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി. അതാണ് വേണാട് ഉടമ്പടി. അപ്പോൾ 1723 വേണാട് ഉടമ്പടി. അദ്ദേഹത്തിന്റെ ഭരണ കാലഘട്ടം നമ്മൾ പണ്ടേ പഠിച്ചു. 1729 മുതൽ 1758 വരെയാണ്. അപ്പോൾ 1723 അദ്ദേഹം യുവരാജാവായിരുന്ന സമയത്ത് ഒപ്പുവെച്ച ഒരു ഉടമ്പടിയാണ് എന്ത്? വേണാട് ഉടമ്പടി. 1741 ഓഗസ്റ്റ് 10 എന്ത്? കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുണ്ടായിരുന്നതാണ്. 1742 മാന്നാർ ഉടമ്പടി. അത് മാർത്താണ്ഡവർമ്മയും കായംകുളം രാജാവും തമ്മിലുണ്ടായ ഒരു ഉടമ്പടിയാണ്. 1746 പുറക്കാട് യുദ്ധം. കായംകുളം പിടിച്ചെടുക്കുന്നത് ആ പുറക്കാട് യുദ്ധത്തിലാണ്. 1750 ജനുവരി 3 തൃപ്പടിദാനം. ആദ്യത്തെ തൃപ്പടിദാനം നടപ്പിലാക്കി. 1753 മാവേലിക്കര ഉടമ്പടി. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് എന്ത്? മാവേലിക്കര ഉടമ്പടി.